ഈ ലോകത്തിലെ ഒരേ ഒരു പാപം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് താതാത്മ്യപ്പെടലാണ്. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തോടോ പദവികളോടോ പഴയ ഓർമ്മകളോടോ ഒട്ടിപ്പിടിച്ച് ജീവിക്കുന്ന അവസ്ഥ. ശിവൻ നൽകുന്ന 22ാമത്തെ വിദ്യ എന്നത് താതാത്മ്യം പ്രാപിക്കാതെ നമ്മുടെ ഭൂതകാലത്തിലേക്ക് നോക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തെ ഒരു സ്ക്രീനിൽ തെളിയുന്ന ചലച്ചിത്രം പോലെ കാണുകയാണെങ്കിൽ ആ സിനിമയിൽ ഓടുന്ന രൂപം നമ്മളല്ല, നമ്മൾ അതിൻ്റെ നിസ്സംഗനായ ഒരു സാക്ഷി മാത്രമാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മനസ്സിൻ്റെ പിരിയൊന്ന് അഴിച്ചു നോക്കുക. കിടക്കയിൽ കിടക്കുന്ന നിമിഷം മുതൽ പ്രഭാതം വരെ നടന്ന കാര്യങ്ങളെ പുറകോട്ടൊന്ന് ചിന്തിക്കുക. അഭിമാനങ്ങളോ സന്തോഷങ്ങളോ നമ്മളെ ബാധിക്കാതെ ഒരു നിരീക്ഷകനായി ഇരിക്കുക. ഇത് നമ്മുടെ സത്തയെ വിപുലീകരിക്കും. ഭൂതകാലം ഒരു സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഭാവിയിലേക്കുള്ള കാമനകൾ അസ്തമിക്കുകയാണ്. ജന്മങ്ങളുടെ ദൂഷിത വലയത്തിൽ നിന്ന് മോചിതനായി വർത്തമാനത്തിന്റെ നിത്യതയിലേക്ക് ഉണരാൻ നിങ്ങൾ തയ്യാറാണോ? ദിവ്യബോധത്തിന്റെ ആത്മീയ യാത്ര നമുക്ക് തുടങ്ങാം. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധത്തിന്റെ ഈ വിശുദ്ധ സദസ്സിലേക്ക് സത്യത്തെ തിരയുന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ അതീവ ലളിതവും എന്നാൽ അത്യന്തം വിപ്ലവകരവുമായ 22ാമത്തെ വിദ്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ജീവിതകാലം മുഴുവൻ പലതിനോടും ഒട്ടിപ്പിടിച്ച് ജീവിക്കുന്നവരാണല്ലോ നമ്മൾ എല്ലാവരും തന്നെ. ഇത് ഞാൻ, ഇതെന്റെ വേദന, ഇതെന്റെ ഭൂതകാലം എന്നിങ്ങനെ നാം സ്വയം ചില കൽപ്പിത രൂപങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഈ താതാത്മ്യത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥമായ ആനന്ദമെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയാൻ പോകുകയാണ്. 20ാം നൂറ്റാണ്ടിലെ മഹാനായ താന്ത്രികാചാര്യൻ ജോർജ് ഗുർജീഫിന്റെ ദർശനങ്ങളും ഭഗവാൻ ശിവന്റെ തന്ത്രവിദ്യകളും കോർത്തിണക്കി നമ്മുടെ ബോധത്തെ എങ്ങനെ കാലാതീതമാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് താതാത്മ്യപ്പെടൽ അഥവാ ഐഡന്റിഫിക്കേഷൻ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. ശരി, എന്താണ് ഈ താതാത്മ്യപ്പെടൽ? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മഹാനായ താന്ത്രികാചാര്യൻ ജോർജ് ഗുർജീഫ് പറയുമായിരുന്നു, ഈ ലോകത്തിലെ ഒരേ ഒരു പാപം എന്നത് താതാത്മ്യപ്പെടലാണെന്ന്. നമ്മൾ ഏതെങ്കിലും ഒന്നുമായി ഒന്നായി തീരുന്ന അവസ്ഥയാണിത്. ഉദാഹരണത്തിന്, നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ നായകന്റെ വേദന നമ്മുടെ വേദനയായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിനിമയുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നമ്മളൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് ആ സിനിമയുടെ ഭാഗമായി മാറുകയാണ് ഉണ്ടായത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം പല രൂപങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു നമ്മുടെ ബാല്യമെന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ആ കുട്ടിയല്ല. നമ്മിലേക്ക് യൗവനം കടന്നു വരികയും അത് കടന്നു പോകുകയും ചെയ്തു. പിന്നീട് വാർദ്ധക്യം ഇരുന്നു വരും, വന്നിരിക്കാം. അപ്പോൾ നമ്മൾ മറ്റൊരു രൂപത്തിലാണ് ഉണ്ടാവുക. ഇവിടുത്തെ പ്രശ്നം എന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അത് മറ്റാർക്കോ സംഭവിച്ച ഒന്നായി കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. അത് ഞാനായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ പഴയ കുട്ടിയുമായി നമ്മൾ ഇപ്പോഴും താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ കാരണം. ഇവിടെ ശിവൻ നമുക്ക് നൽകുന്ന വിദ്യ എന്നത് താതാത്മ്യം പ്രാപിക്കാതെ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് നോക്കുക എന്നാണ്.
നമ്മുടെ ഭൂതകാലത്തെ ഒരു സ്ക്രീനിൽ തെളിയുന്ന ചലച്ചിത്രം പോലെ കാണാൻ ശ്രമിക്കണം നമ്മൾ. നോക്കൂ, നമ്മളൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു സിനിമ കാണുന്നു. ആ സിനിമയിൽ നമ്മളുടെ കുട്ടിക്കാലത്തെ രൂപം ഓടി നടക്കുകയാണ്. നമ്മൾ ആ രൂപത്തെ നോക്കും, പക്ഷെ നമ്മൾ ആ രൂപമല്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ ആ രൂപത്തെ നിരീക്ഷിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഭൂതകാലത്തെ ഒരു സ്വപ്നമായോ സിനിമയായോ കാണുമ്പോൾ പല കാര്യങ്ങളും അവിടെ സംഭവിക്കും. നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്ന രൂപവും തമ്മിൽ ഒരു വിടവുണ്ടാകും അവിടെ. ആ പഴയ രൂപത്തിന് സംഭവിച്ച അപമാനങ്ങളോ വേദനകളോ ഇപ്പോൾ നമ്മെ ബാധിക്കുകയില്ല. കാരണം നമ്മൾ അതിൻ്റെ ഭാഗമല്ല എന്നത് തന്നെയാണ്. അതിൻ്റെ പുറത്താണ് നമ്മൾ. ഭൂതകാലം ഒരു സ്വപ്നമാണെന്ന് തിരിച്ചറിയുമ്പോൾ വർത്തമാനകാലവും ഒരു സ്വപ്നമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഇന്നത്തെ വർത്തമാനം നാളത്തെ ഭൂതകാലമല്ലേ. നമ്മുടെ ബോധം കാലത്തിൻ്റെതല്ല, അത് സനാതനമാണ്. ബോധം എന്നത് സാക്ഷിയാണ്. രൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, എന്നാൽ സാക്ഷി എന്നും ഒന്ന് തന്നെയായിരിക്കും. നമ്മുടെ ഭൂതകാല രൂപത്തിൽ നിന്ന് ബന്ധം വിടർത്തി നിൽക്കുമ്പോൾ വർത്തമാനകാലത്തിൽ നമ്മുടെ രൂപം പോലും പരിവർത്തിതമാകാൻ തുടങ്ങും. താതാത്മ്യപ്പെടൽ എന്ന പാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നാം ചിന്തിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭാരതത്തിലെ മഹാന്മാരായ ശങ്കരാചാര്യരും നാഗാർജുനുമെല്ലാം ഈ ലോകം ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ മായയാണെന്ന് പ്രഖ്യാപിച്ചവരാണ്. കൺമുമ്പിൽ കാണുന്ന ഈ ലോകം എങ്ങനെ സ്വപ്നമാകുമെന്ന് ചോദിച്ചുകൊണ്ട് പലരും ഇവരെ പരിഹസിക്കാറുമുണ്ട്. നമ്മുടെ ആദിശങ്കരനും നാഗാർജുനുമൊന്നും വിഡ്ഢികളായിരുന്നില്ല. അവർ ശുദ്ധാത്മാക്കളുമായിരുന്നില്ല. മറിച്ചവർ പരിപൂർണ സാക്ഷികളായിരുന്നു. നമ്മൾ ഒരു കാര്യത്തിന് പൂർണ്ണമായ സാക്ഷിയായി മാറിക്കഴിഞ്ഞാൽ ആ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായി മാറും. താതാത്മ്യം ഉള്ളിടത്തോളം കാലം ലോകം സത്യമാണ്. അത് മുറിച്ചു മാറ്റുന്ന നിമിഷം ഈ ലോകം ഒരു നിഴലായി അല്ലെങ്കിൽ ഒരു സ്വപ്നമായി മാറുകയാണ്. നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു എന്ന് കരുതിയാൽ ആ സ്വപ്നത്തിൽ നമ്മളെ ആരോ കൊല്ലാൻ വരികയാണ്. നമ്മൾ ഭയന്ന് വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയമെടുപ്പ് കൂടും. നമ്മൾ ഉണരുമ്പോഴാണ് അതൊരു സ്വപ്നമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് നമ്മളും ആ സ്വപ്നവും തമ്മിൽ ഒരു വിടവ് ഉണ്ടായി കഴിഞ്ഞതുകൊണ്ടാണ്. ആ സ്വപ്നം സത്യമല്ലെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത്. ആ സാക്ഷിഭാവത്തിലേക്ക് പൂർണ്ണമായി വരാൻ ഏതാനും നിമിഷങ്ങൾ കൂടി വേണ്ടിവരും നമുക്ക്. ശരി, നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം. നമ്മുടെ കുട്ടിക്കാലം സത്യമായിരുന്നോ അതോ അതൊരു സ്വപ്നമായിരുന്നോ എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും അത് കഴിയില്ല. കാരണം ഓർമ്മയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്നാണ്. നമ്മൾ സ്വപ്നത്തിൽ കണ്ട കളിപ്പാട്ടത്തിന് വേണ്ടി ഒരു കുട്ടി കരയുന്നത് പോലെയാണ് മുതിർന്നവർ തങ്ങളുടെ ഭൂതകാലത്തിന് വേണ്ടി കരയുന്നത്. സാക്ഷി എന്ന നിലയിൽ നമുക്ക് നോക്കുവാൻ കഴിയുന്നതെന്തും ഒരു സ്വപ്നമായി തീരും. നമ്മൾ ഭൂതകാലത്തെ സാക്ഷിയായി നിന്ന് കാണുക. ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെയും സാക്ഷിയായി നിന്ന് കാണുക. അപ്പോൾ വർത്തമാനകാലത്തെയും നമുക്ക് നിസ്സംഗനായി നിന്ന് കാണാൻ കഴിയും. കാരണം ഇന്നത്തെ വർത്തമാനകാലം നാളെ ഭൂതകാലമായി മാറും. എന്നാൽ നമ്മുടെ ഉള്ളിലെ സാക്ഷി ഒരിക്കലും ഭൂതകാലമോ ഭാവി കാലമോ അല്ല. അത് കാലത്തിന് അതീതമായ സനാതന സത്യമാണ്. നമ്മൾ സാധാരണയായി കരുതുന്നത് പാപങ്ങൾ ഏറ്റുപറയുന്നത് വലിയൊരു പുണ്യമാണെന്നാണ്. എന്നാൽ അവിടെയും അഹന്തയ്ക്ക് ഒളിച്ചിരിക്കാൻ ഒരിടമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ?
ഓഷോ പറയുന്നു, വിശ്വസാഹിത്യത്തിലെ വിസ്മയമായ ജീൻ ജാക്കിസ് റുസോവിൻ്റെ കൺഫെഷൻസ് എന്ന പുസ്തകത്തെ മുൻനിർത്തി നമുക്കിത് പരിശോധിക്കാമെന്നാണ്. റൂസോ തൻ്റെ ജീവിതത്തിലെ എല്ലാ അനാചാരങ്ങളും പാപങ്ങളും ആ പുസ്തകത്തിൽ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ചെയ്ത ഏറ്റവും മോശമായ കാര്യങ്ങൾ പോലും അദ്ദേഹം ഇതിൽ മറച്ചു വെച്ചില്ല. എന്നാൽ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. അദ്ദേഹം ആ പാപങ്ങളെ ആസ്വദിക്കുകയായിരുന്നുവെന്ന്. തൻ്റെ തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതീവ ഗർവിഷ്ഠനായാണ് സംസാരിക്കുന്നത്. വിധിപ്രസ്താവത്തിന്റെ അന്തിമ ദിവസം ദൈവത്തോട് താൻ ഈ പുസ്തകം കാണിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഞാനെല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു, ഇനി എന്നെ കേൾക്കാൻ ഒരു ജനക്കൂട്ടം വരട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? താൻ ചെയ്ത പാപങ്ങളിലൂടെ പോലും തൻ്റെ അഹന്തയെ ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. താൻ ഒരു മഹാഭാവിയാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ താൻ മറ്റുള്ളവരെക്കാൾ സത്യസന്ധനാണ് എന്ന ഗർവമാണ് അദ്ദേഹം അനുഭവിച്ചത്. റൂസോ ചെയ്ത ഒരേ ഒരു യഥാർത്ഥ പാപം അദ്ദേഹം തൻ്റെ ഓർമ്മകളുമായി താദാത്മ്യപ്പെട്ടു എന്നത് മാത്രമായിരുന്നു. റൂസോ തൻ്റെ കുറ്റസമ്മതങ്ങൾ ഒരു വലിയ സദസ്സിന് മുമ്പിൽ വായിച്ചപ്പോൾ അവർ അത്ഭുതപ്പെടുമെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ ആളുകൾക്ക് അത് കേട്ട് മടുപ്പാണ് തോന്നിയത്. നമ്മുടെ പാപങ്ങളിലോ പുണ്യങ്ങളിലോ നമ്മളൊഴികെ മറ്റാർക്കും താല്പര്യമില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ എല്ലായ്പ്പോഴും തൻ്റെ അഹന്തയിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവനാണ്. അത് ഇഷ്ടപ്പെടുന്നവനാണ്. അത് പുണ്യത്തിലൂടെ കഴിഞ്ഞില്ലെങ്കിൽ പാപത്തിലൂടെയെങ്കിലും താൻ പ്രത്യേകതയുള്ളവനാണെന്ന് കാണിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. റൂസോ ഇവിടെ എല്ലാം ഏറ്റുപറഞ്ഞു. പക്ഷെ താൻ തൻ്റെ ഓർമ്മകളുമായി ഒട്ടുപിടിച്ചു നിൽക്കുന്നു എന്ന അടിസ്ഥാന സത്യം അദ്ദേഹം കണ്ടില്ല. ഭൂതകാലത്തോടുള്ള ഈ പറ്റിപ്പിടിക്കലാണ് ആനന്ദത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം. പ്രിയമുള്ളവരെ, താദാത്മ്യം വെളിയുന്നിടത്താണ് ആനന്ദം ആരംഭിക്കുന്നത്. നമ്മൾ ഇതുവരെ താദാത്മ്യപ്പെടലിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രായോഗികമാക്കി പരീക്ഷിക്കാം എന്ന് നോക്കാം. ഇതിനെ നമുക്ക് പിരിയഴിക്കൽ എന്ന് വിളിക്കാം. ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ വിദ്യ നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. സാധാരണ നാം ഓർമ്മിക്കുന്നത് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ്, അല്ലെ? എന്നാൽ ഇവിടെ നമ്മൾ നേരെ പുറകോട്ട് സഞ്ചരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കിടക്കയിൽ കിടക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഈ ദിവസത്തിലെ അവസാന പ്രവൃത്തി എന്നത്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ശേഷം പതുക്കെ പടിപടിയായി പിറകോട്ട് പോകാം. കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനു മുൻപ് ജോലി കഴിഞ്ഞു വന്നു. അങ്ങനെ രാവിലെ ഉറക്കമുണർന്ന നിമിഷം വരെ എത്തണം. പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളതിൽ ഉൾപ്പെടാൻ പാടില്ല. ഉദാഹരണത്തിന്, വൈകുന്നേരം ഒരാൾ നമ്മളെ അപമാനിച്ചു എന്ന് കരുതിയാൽ അത് ഓർക്കുമ്പോൾ നമുക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ താദാത്മ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും. നമ്മുടെ ധ്യാനം അവിടെ അവസാനിക്കും. പകരം സ്ക്രീനിൽ ഒരാൾ അപമാനിക്കപ്പെടുന്നത് നോക്കി നിൽക്കുന്ന ഒരു മൂന്നാം കക്ഷിയായി മാത്രം നമ്മൾ മാറണം. ആ രൂപം നമ്മളല്ല, അത് നമ്മുടെ ഒരു പഴയ രൂപം മാത്രമാണെന്ന് തിരിച്ചറിയണം. നമ്മൾ രാവിലെ മുതൽ മനസ്സിനെ പിരിമുറുക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയിൽ പുറകോട്ട് നമ്മൾ ചിന്തിക്കുന്നത് വഴി ഈ പിരി അഴിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പുറകോട്ട് സഞ്ചരിച്ച് പ്രഭാതത്തിൽ എത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ഒരു കൊച്ചു കുട്ടിയുടേതുപോലെ ശുദ്ധമായിരിക്കും. പിന്നെ നമുക്ക് അതീവ ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ കഴിയും. അമേരിക്കയിലെ ഡയനറ്റിക്സ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ വിദ്യയാണ് ഉപയോഗിക്കുന്നത്.
നിങ്ങൾക്കറിയാമോ, നമ്മുടെ പല രോഗങ്ങളും ഭൂതകാലത്തെ അസുഖകരമായ അനുഭവങ്ങളുടെ ഫലമാണ് എന്നുള്ള കാര്യം? ഈ വിദ്യയിലൂടെ ആ പഴയ മുറിവുകളിലേക്ക് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ആ അനുഭവത്തിന്റെ കെട്ടുകൾ അവിടെ അഴിയും. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, കേവലം ബോധവാനായി ആ പഴയ നിമിഷത്തിലൂടെ കടന്നു പോയാൽ മാത്രം മതി. അതോടെ ആ രോഗത്തിന്റെ മാനസികമായ വേരുകൾ അറുത്ത് മാറ്റപ്പെടും. നമ്മുടെ ഈ യാത്ര ഇപ്പോൾ വർത്തമാനകാലത്ത് നിന്ന് ഭൂതകാലത്തിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങുകയാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് തൻ്റെ 3 or 4 വയസ്സിന് മുൻപുള്ള കാര്യങ്ങൾ ഒട്ടും ഓർമ്മിക്കാൻ കഴിയില്ല. അവിടെ ഒരു ഇരുണ്ട മതിൽ ഉള്ളതുപോലെ തോന്നും. എന്നാൽ ഈ വിദ്യ നിരന്തരം പരിശീലിക്കുന്ന ഒരാൾക്ക് ആ മതിൽ ഭേദിക്കാൻ കഴിയും. സ്ഥിരമായ പരിശ്രമത്തിലൂടെ നമുക്ക് നമ്മുടെ ബാല്യകാലത്തിന്റെ ആദ്യ ദിനങ്ങളിലേക്ക് വരെ മടങ്ങാൻ കഴിയും. പതുക്കെ പതുക്കെ നമ്മൾ ജനിച്ച ആ ആദ്യ നിമിഷത്തെ പോലും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ആ തടസ്സം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രവേശിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്കാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന ആ 9 മാസത്തെ ഓർമ്മകളും നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് കേവലം ശാരീരികമായ വളർച്ചയുടെ കാലമല്ല, മറിച്ച് നമ്മുടെ ബോധം രൂപപ്പെട്ട കാലം കൂടിയാണ്. അന്ന് നമ്മൾ അമ്മയുമായി അത്രമേൽ ബന്ധിക്കപ്പെട്ടിരുന്നു. അമ്മയുടെ വികാരങ്ങൾ നമ്മളുടേതു കൂടെയായിരുന്നു. അമ്മ ക്ഷീണിച്ചിരുന്നപ്പോൾ നമ്മളും ക്ഷീണിതനായിരുന്നു. അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളിലും ആ ദേഷ്യത്തിന്റെ സ്പന്ദനങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ സന്തോഷവതിയായിരുന്നപ്പോൾ ആ ആനന്ദം നമ്മളും അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ വിദ്യയിലൂടെ ഗർഭപാത്രത്തിലെ ആദ്യ നിമിഷം വരെ നമുക്ക് എത്താൻ കഴിയുമെങ്കിൽ നമ്മൾ ശരിയായ പാതയിലാണ്. അവിടെ നിന്ന് നമ്മൾ തിരികെ വരുന്നത് മറ്റൊരു മനുഷ്യനായിട്ടായിരിക്കും. ഗർഭപാത്രത്തിന്റെ ആഴങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങൾ ഓർക്കുക, ഈ യാത്രയിലും നമ്മൾ ഒരു സാക്ഷി മാത്രമായിരിക്കണം. അമ്മയുടെ വേദനയോ ദേഷ്യമോ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൽ താതാത്മ്യം പ്രാപിക്കാതെ അതൊരു ദൃശ്യം പോലെ കാണണം. ഈ വിമലീകരണത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഭൂതകാലത്തിന്റെ ഭാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തനാകാൻ കഴിയുകയുള്ളൂ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ആത്മീയ യാത്രയുടെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ പടിപടിയായി നമ്മുടെ ഭൂതകാലത്തിലൂടെ സഞ്ചരിച്ച് അമ്മയുടെ ഗർഭപാത്രം വരെ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ബുദ്ധനും മഹാവീരനും പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞത് അതൊരു വെറും സിദ്ധാന്തമായതുകൊണ്ടല്ല. ഈ വിദ്യയിലൂടെ ഭൂതകാലത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവർക്ക് അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ മരണത്തെ സ്പർശിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഒരിക്കൽ നമ്മൾ ആ വിദ്യ സ്വായത്തമാക്കിയാൽ നമ്മുടെ 100 കണക്കിന് പൂർവ്വജന്മങ്ങളിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ കടന്നു ചെല്ലുവാൻ സാധിക്കും. നമ്മൾ നമ്മുടെ പഴയ ജന്മങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം അവിടെ ബോധ്യപ്പെടും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന അതേ അസംബന്ധങ്ങൾ തന്നെയാണ് 100 കണക്കിന് ജന്മങ്ങളായി നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ ഒരു സ്ത്രീയെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഒരു പുരുഷനെ സ്നേഹിച്ചു. ഇന്ന് മറ്റൊരാളെ. അന്ന് നമ്മൾ ഒരു തരം നാണയങ്ങൾ കുന്നുകൂട്ടി വെച്ചു, ഇന്ന് മറ്റൊരു തരം നാണയങ്ങൾ കുന്നുകൂട്ടി വെക്കുന്നു. മാതൃകകളെല്ലാം ഒന്നായിരിക്കും, അതിൻ്റെ വിശദാംശങ്ങൾ മാത്രമേ മാറുകയുള്ളൂ. ഈ ദൂഷിത വലയം എത്രമാത്രം ബുദ്ധിശൂലമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ അതിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കും. അതുപോലെ തന്നെ എന്താണ് ഈ കാമന എന്നത്? നമ്മുടെ ഭൂതകാലാനുഭവം വീണ്ടും ആവർത്തിക്കാനുള്ള ആഗ്രഹമാണത്. കാമന എന്നാൽ ഭൂതകാലത്തെ ഭാവിയിലേക്ക് പ്രക്ഷേപിക്കലാണ്.
ഭൂതകാലം വെറും ഒരു സ്വപ്നമാണെന്ന് ഈ വിദ്യയിലൂടെ നമുക്ക് ബോധ്യമായാൽ ഭാവിയിലേക്കുള്ള കാമനകൾ അവിടെ കൊഴിഞ്ഞ് താഴെ വീഴും. കാമനകൾ അവസാനിക്കുമ്പോൾ ഭാവി അവിടെ അപ്രത്യക്ഷമാകും. ഭൂതവും ഭാവിയും ഇല്ലാതാകുമ്പോൾ വർത്തമാനത്തിന്റെ നിത്യതയിൽ നമ്മൾ പരിവർത്തിതനാകും. കൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ എല്ലാവരും ഉറങ്ങുമ്പോൾ യോഗി ഉണർന്നിരിക്കുന്നു. ഈ വിദ്യ പരിശീലിക്കുന്ന ഒരാൾക്ക് സ്വപ്നങ്ങളുടെ ആവശ്യമില്ലാതാകും. താതാത്മ്യം ഭേദിച്ച് സാക്ഷിയായി മാറി നമ്മുടെ ജീവിതത്തെ ഒരു സ്വപ്നം എന്ന പോലെ ദർശിക്കാനുള്ള സൂത്രമാണ് നാം ഇന്ന് പഠിച്ചത്. ഈ വിദ്യ നിങ്ങളുടെ രാത്രികളിലും പ്രഭാതങ്ങളിലും പരീക്ഷിക്കാവുന്നതാണ്. സ്ഥിരോത്സാഹത്തോടെയുള്ള പരിശ്രമം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പ്രിയമുള്ളവരെ, ഈ പ്രഭാഷണ പരമ്പര കേൾക്കാനും ഇതിലൂടെ ആത്മീയമായ ഉണർവ് നേടാനും സമയം കണ്ടെത്തിയ ഓരോ ആത്മസാധകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ വീഡിയോകൾ ലോകമെമ്പാടുമുള്ള അന്വേഷകരിൽ എത്തിക്കാൻ സഹായിക്കുന്ന ദിവ്യബോധം എന്ന ഈ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുകയാണ്. സത്യത്തെ അന്വേഷിക്കാനുള്ള ഈ യാത്രയിൽ നമുക്ക് ഇനിയും മുന്നേറാനുണ്ട്. ഭൂതകാലത്തിന്റെ നിഴലുകളിൽ നിന്ന് വർത്തമാനത്തിന്റെ പ്രകാശത്തിലേക്ക് നമുക്ക് ഉണരാം. സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം.